അശോക് കയറുന്നില്ലേ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. എവിടെയാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു ഇടവഴിയുടെ സൈഡിൽ അയാളെ വീട്. കാറ് പോകില്ല. ആ ഇത് അശോകന. ഓനച്ചനെ പറ്റി ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ വേദനയോടെ ഞാൻ പിൻവലിക്കുകയാണ്. അയാൾ നല്ലവനല്ല. എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട് അയാൾക്ക്. കരുതിയിരിക്കുക. ഞാനിതാ മുൻവശത്തെ റോഡിലുണ്ട്. മുറിയിൽ നിന്ന് നോക്കിയാൽ എന്നെ കാണാം. ഒന്ന് ജനാലക്കൽ വരൂ. ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ്. മനസ്സിലായില്ല. കൊതുകിന് മരുന്നടിക്കാൻ വന്നതാണോ? ഓ, ഹാംനെറ്റ് ബിൽഡേഴ്സ് എന്നായിരിക്കും. രൂപയുടെ ആ രൂപ ബാക്കിയുള്ളത് അടുത്ത മാസം തരാമെന്ന് ഞാൻ മാനേജറോട് പറഞ്ഞതാണല്ലോ. വേഷം കെട്ടെടുക്കരുത്. അന്ന് കണ്ടിരുന്നു കിരൺ. രൂപ പറഞ്ഞിട്ടില്ലേ? ഓ കിരൺ. കിരൺ ഇരിക്കൂ 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 ഇരിക്കൂ. രൂപ എവിടെയാന്നാ ചോദിച്ചത്. സമാധാനപ്പെടൂ കിരൺ, നമുക്ക് അന്വേഷിക്കാം. ആദ്യം ഇരിക്കൂ. ഞാൻ കാപ്പി കുടിക്കാൻ എടുക്കാമേ. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ടെന്ന് ഞാൻ അശോകൻ സാറിനോട് എത്ര വട്ടം പറഞ്ഞതാ. കേട്ടില്ല. എന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കരുത്, വിട്ടേക്ക്. അല്ലെങ്കിൽ അവനെല്ലാം നശിപ്പിക്കും. അശോകൻ സാറിന്റെ കുടുംബം അവൻ തകർക്കും. അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. എന്നുവെച്ചാ വകവരുത്തും ഞാൻ അവനെ. എന്നിട്ട് ജയിലിൽ പോയി കിടക്കോ? അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അശോകൻ സാറിന്റെ കുടുംബം തകരുകയല്ലേ ഉള്ളൂ. ഒന്നും വേണ്ട അശോകൻ സാർ. മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. ചെന്നൈയിലും ബാംഗ്ലൂരും പോകണ്ട, 10 ലക്ഷം രൂപയും കൊടുക്കണ്ട. ഞാൻ അവന്റെ ഭാര്യയായിരുന്ന മതി. എന്ത്? അവന്റെ ഭാര്യയാവാനോ? ആ ചണ്ടാല ഭിക്ഷുകന്റെ ഭാര്യയാവാനോ? സമ്മതിക്കില്ല ഞാൻ. രൂപ ഹോസ്റ്റലിലേക്ക് പോയിക്കോളൂ. ബാക്കി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. സിസ്റ്റം ഹാങ് ആയെന്ന് തോന്നുന്നു. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. What a surprise!
അശോക് സാർ ഇരിക്കും. ഞാൻ എൻ്റെ ജോലിസിനുമായിട്ട് തെറ്റി. ഇനി നല്ല ദിവസവും ചീത്ത ദിവസമൊന്നുമില്ല. രജിസ്ട്രേഷൻ എന്ന് വേണമെങ്കിലും വെച്ചോളൂ. സാർ ആവശ്യപ്പെട്ടത് 2.5 കോടി രൂപയാണല്ലോ. ആ. അതറിഞ്ഞ് ബോർഡ് മെമ്പർമാരെല്ലാം വല്ലാതെ വറീഡായിട്ടിരിക്കുക. നിങ്ങൾക്ക് ആ സ്ഥലം വേണ്ടെങ്കിൽ വിട്ടേക്കൂ, ഞാനത് വേറെ വിറ്റോളാം. സാർ 80% തുകയും അഡ്വാൻസായി കൊടുത്തതല്ലേ ഞങ്ങള്? അതിന് തെളിവില്ലല്ലോ. എർത്ത് വർക്ക് നടത്തിയതല്ലേ? ആരോട് ചോദിച്ചിട്ട്? ഒരു കാര്യം ചെയ്യേ, എനിക്ക് അത്യാവശ്യമായിട്ട് 10 ലക്ഷം രൂപ വേണം. ഇന്ന് കിട്ടണം. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇങ്ങനൊരവസ്ഥയിൽ സാർ ഇനിയും പൈസ ചോദിക്കുന്ന കാര്യം ഞാൻ എങ്ങനെ ചെയർമാനോട് പറയും? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് പൈസ കിട്ടുമോ ഇല്ലയോ? ഞങ്ങൾ തരാനുള്ള ആക്ച്വൽ എമൗണ്ടിന് സാർ രജിസ്റ്റർ ചെയ്ത് തന്നാലേ ഫർദർ പേയ്മെന്റ് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് കമ്പനിയുടെ തീരുമാനം. എങ്കിലെല്ലാവരെയും ഞാൻ വെള്ളം കുടിപ്പിക്കും. 10 ലക്ഷം രൂപയ്ക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? കാണിച്ചു തരാം. ഓനച്ചനൊന്നും പറഞ്ഞില്ല. ജൈവ കൃഷി ആയതുകൊണ്ടും പലേക്കർജിയുടെ കൃഷിരീതി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടും തനിക്ക് ഞാൻ ഈ 10 ലക്ഷം തരേണ്ടതാണ്. പക്ഷേ ഓനച്ചൻ എന്നെ വിശ്വാസമില്ലേ? കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനാണല്ലോ ഈ കാശ്. അഡ്വാൻസ് കൊടുത്ത് സ്ഥലം വാങ്ങി നിലമൊരുക്കി വിത്തിട്ട് അത് വളർന്ന് വിളവെടുത്ത് ലാഭം ഉണ്ടാക്കി എപ്പത്താൻ ഈ കാശ് തിരിച്ചു തരും? സ്ഥലം എന്റെ പേരിലായാൽ ഉടൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാലോ. ലോൺ കിട്ടും, പക്ഷെ ആ പണം താൻ എനിക്ക് തരും എന്നുള്ളത് എന്താ ഉറപ്പ്? ഓനച്ച പണമിടപാടിന്റെ കാര്യത്തിൽ സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കരുതെന്നാണ് പലേക്കർജി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ജൈവകൃഷി തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ ബലഭൂയിഷ്ടമായ ആ സ്ഥലം, ആ ഇളം മണ്ണ് എന്നേക്കുമായി കൈവിട്ടു പോകുമോ? അശോകൻ കരയാതെ പണം ഞാൻ റെഡിയാക്കി തരാം. ആ അശോകനൊരു കാര്യം ചെയ്യും, ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിങ്ങിതാ, ഒരു പ്രോമിസറി നോട്ടും. മനസ്സിലായില്ലേ? പാർട്ട്നേഴ്സിനോട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം ഫണ്ടുമായിട്ട് വരാൻ. ഒരു ID കാർഡും തന്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തോണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വാ. താങ്ക് യു ഓനച്ച. ഹലോ, ഇത് എന്റെ പാർട്ട്ണർ തോമസ് ഐസക്. ഹലോ. ഒപ്പിടണ്ടേ? ഇവിടെ ഒപ്പിടും. കുറച്ച് ദിവസത്തെ പരിചയം മാത്രമുള്ള എനിക്ക് വേണ്ടി സാർ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക്. കാലപ്പഴക്കമല്ല ബന്ധത്തിന്റെ ആഴം നിശ്ചയിക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു പൂർവ്വജന്മ ബന്ധമാണ്. അത് ഭാര്യയായിരുന്നോ കാമുകിയായിരുന്നോ എന്ന് മാത്രമേ തിരിച്ചറിയാതെ ഉള്ളൂ. ഒരു ജീവൻ മരണ പ്രശ്നത്തിലായിരുന്നു ആ കുട്ടി. അത് പരിഹരിക്കാനുള്ള 10 ലക്ഷം രൂപയാണ് ഞാനിപ്പോൾ കൊടുത്തത്. അതിനുവേണ്ടിയാണ് ഞാനന്ന് അവളുടെ മുറിയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ സമ്മതിച്ചില്ല. ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. പണം കൊടുക്കാനുള്ളവരുടെ പേരും വിവരങ്ങളൊക്കെ എഴുതാനുണ്ട്. ഞാൻ ഒന്ന് അവളുടെ മുറിയിൽ പോയിക്കോട്ടെ? നടക്കില്ല. കാമശാപത്തിൽ കരിഞ്ഞു പോവിടി നീ. ഒന്നിങ്ങി വന്നേ. രൂപയ്ക്ക് സന്തോഷായില്ലേ? ടെൻഷനൊക്കെ മാറിയില്ലേ? ഇനി ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? ഇത് നമുക്കൊന്ന് ആഘോഷിച്ചാലോ? നമുക്കിവിടെ നിന്ന് മാറിയാലോ? എങ്ങോട്ട്? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എവിടേക്കും വരാലോ. സാറിനെ അല്ലാതെ ഇനി ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത്? എങ്കിൽ ഞാൻ നാളെ വരാം. റെഡി ആയിരുന്നോളൂ. 2 or 3 ദിവസം കോവളത്തെ ഏതെങ്കിലും റിസോർട്ടിൽ